നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് DGPക്ക് പരാതി നൽകി. ചന്ദ്രിക ദിനപത്രത്തിന്റെ ലോഗോ ഉപയോഗിച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം വെച്ചാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. ഫോർ വയനാട് എന്ന ആപ്പ് വഴി മുസ്ലിം ലീഗ് ശേഖരിക്കുന്ന ഫണ്ടിൽ നിന്ന് 15 കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിന്റെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കുമെന്നാണ് പോസ്റ്റർ രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെയാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് DGPക്ക് പരാതി നൽകിയത്. 26 കോടിയും കവിഞ്ഞ് ജൈത്രയാത്ര തുടരുന്ന ഫണ്ട് ശേഖരണത്തിൽ വിറളി പൂണ്ടവർക്കാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നതെന്നും തിരൂരങ്ങാടി സ്വദേശികളടക്കം ഉള്ളതിനാൽ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ടെന്നും തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. ഫോർ വയനാട് എന്ന ആപ്പിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്ന ഫണ്ട് ശേഖരണം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 26 കോടിയും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആപ്പിൻ്റെ വലിയ സ്വീകാര്യത പൊതുജനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലായിടത്തു നിന്നും ജനങ്ങൾ അതിലേക്ക് ഫണ്ട് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തതോടുകൂടി അതിൽ വിരളി പൂണ്ട് പലരും വ്യാജ പ്രചരണം നടത്തും. ചന്ദ്രികൻ്റെ ലോഗോ ഉപയോഗിച്ച് ചന്ദ്രികയുടെ കുടിശ്ശികയും അതേപോലെ തന്നെ കടവൊക്കെ തീർക്കാൻ 15 കോടി രൂപ വകയിരുത്തി എന്നുള്ള തരത്തിൽ മാറ്റുന്നു എന്നുള്ള തരത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രവും ചന്ദ്രികയുടെ ലോഗോയും ഉപയോഗിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടത്തും. അതിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. തിരൂരങ്ങാടിയിൽ നിന്നുള്ള ചില വ്യക്തികൾ അത് ചെയ്തുകൊണ്ട് തിരൂരങ്ങാടി പോലീസിലും ഒപ്പം പരപ്പനങ്ങാടി പോലീസിലും ആ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയം അനാവശ്യമായി, അതായത് പുനരധിവാസം എന്നുള്ളത് വയനാടിൻ്റെ പുനരധിവാസത്തിൽ എല്ലാ സംഘടനകളും അവരെ കൊണ്ടാകുന്നത് ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിന് പൊതുമണ്ഡലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രചരണം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സമൂഹമെല്ലാം വലിയ രീതിയിൽ ആദരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ ഏകദേശം വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ചന്ദ്രിക പോലുള്ള പത്രത്തെയും അഭികീർത്തിപ്പെടുത്താനാണ് ഈ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചരണം നടത്തുന്നത്. അതിനെതിരെയാണ് യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രവും ചന്ദ്രിക ദിനപത്രത്തിന്റെ ലോഗോയും വെച്ച് മുസ്ലിം ലീഗ് പുനരധിവാസ ഫണ്ടിൽ നിന്നും 15 കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിന്റെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കുമെന്നുള്ള തരത്തിൽ പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി ടുഡേ.